ഹരേ രാമ ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. ഈ നക്ഷത്ര ജാതകരാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങളുടെ കണ്ണീരും കഷ്ടപ്പാടുമെല്ലാം അവസാനിക്കുന്ന ദിവസങ്ങളാണ് ഇന്നു മുതൽ തുടങ്ങുന്നത്. ആദിത്യൻ മെയ് 15 വെള്ളി പ്രഭാതംബര മേടം രാശിയിലും തുടർന്ന് ഇടവം രാശിയിലും സഞ്ചരിക്കുന്നു. കാർത്തിക ഞാറ്റുവേല കാലമാണ്. മെയ് 16 ശനിയാഴ്ച അമാവാസി വരുന്നു. അന്ന് വൈശാഖ മാസം കൂടി അവസാനിക്കുന്നുണ്ട്. ബുധൻ മേടം ഇടവം രാശികളിലായി സഞ്ചരിക്കുന്ന കാലമാണ്. ചൊവ്വ മീനം മേടം രാശികളിലാണ്. ശുക്രൻ ഇടവത്തിൽ സഞ്ചരിക്കുന്നു. ശനി മീനം രാശിയിൽ ഉത്രട്ടാതിയിലാണ്. വ്യാഴം മിഥുനം രാശിയിൽ പുണർദത്തിലൂടെ കടന്നു പോകുന്നു. രാഹു കുംഭം രാശിയിലും കേതു ചിങ്ങം രാശിയിലുമായി തുടരുന്നു. അതായത് മേടമാസം കഴിഞ്ഞ് ഇടവമാസം ആരംഭിക്കുന്ന ഈ ആഴ്ച സൂര്യൻ മേടത്തിൽ നിന്നും ഇടവത്തിലേക്ക് പ്രവേശിക്കുന്നത് മെയ് 15 രാവിലെയാണ്. 14 ബുധൻ ഇടവത്തിലേക്കും ശുക്രൻ മിഥുനത്തിലേക്കും കടക്കും. ശനി മീനത്തിൽ തുടരുന്നു. വ്യാഴം മിഥുനം രാശിയിൽ തന്നെയാണ്. രാഹു കുംഭത്തിലും. ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിക്കാരുടെയും ഈ ആഴ്ചത്തെ വാരഫലമാണ്. ആദ്യം മേടം രാശിക്കാരാണ്. അശ്വതിയും ഭരണിയും കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗവും ചേർന്ന മേടരാശിക്കാരായ നിങ്ങൾക്ക് ഈ ആഴ്ച വളരെയധികം അനുകൂലമായ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. കുടുംബത്തിൽ സ്വസ്ഥതയും മനസ്സമാധാനവും അനുഭവപ്പെടും. അതുപോലെ കൂടുതൽ യാത്ര ചെയ്യുവാൻ അവസരം ലഭിക്കുന്ന ഒരു വാരം കൂടിയാണ്. ജോലി കാര്യങ്ങളിൽ ഉണ്ടായിരുന്ന ഒരുവിധം തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടും. സാമ്പത്തികമായി ഭദ്രത കൈവരിക്കുവാനും ഈ ആഴ്ച നിങ്ങൾക്ക് കഴിയുന്ന വാരമാണ്. അടുത്തത് ഇടവം രാശിക്കാരാണ്. അതായത് കാർത്തിക അവസാനത്തെ മുക്കാൽ ഭാഗവും രോഹിണിയും മകയിരത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവ രാശിക്കാരായ നിങ്ങൾക്ക് ഈ ആഴ്ച ജോലി രംഗത്ത് വലിയ രീതിയിലുള്ള പ്രതിസന്ധികളൊന്നും അനുഭവപ്പെടുന്ന വാരമല്ല. അതുപോലെ വിനോദയാത്ര എന്ന സ്വപ്നം സാധ്യമാകും. ബിസിനസ്സുകാർക്ക് വരുമാനത്തിൽ വളരെയധികം വർധനവ് പ്രതീക്ഷിക്കാം. കുടുംബ കാര്യങ്ങളെല്ലാം തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയുന്ന ഒരു വാരമാണ് ഇടവ രാശിക്കാർക്ക്. അടുത്തത് മിഥുനം രാശിക്കാരാണ്. മകയിരത്തിൻ്റെ അവസാന പകുതിയും തിരുവാതിരയും പുണർദത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന മിഥുന രാശിക്കാരായ നിങ്ങൾക്ക് ഈ ആഴ്ച കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുന്നതാണ്. അതായത് ദൈവത്തിൻ്റെ അനുഗ്രഹം വളരെയധികം ഉള്ള ഒരു വാരമായതിനാൽ ജോലി രംഗത്ത് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ കഴിയുന്നതാണ്. അതുപോലെ ഏറ്റെടുത്ത കാര്യങ്ങളിലെല്ലാം തന്നെ വളരെയധികം വിജയത്തിലേക്ക് കുതിക്കുന്ന വാരം കൂടിയാണ്. സാമ്പത്തികമായ സ്ഥിതിയിലും വളരെയധികം നേട്ടങ്ങളും അപ്രതീക്ഷിത ധനലാഭവും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന വാരമാണ്. അടുത്തത് കർക്കിടകം രാശിക്കാരാണ്. പുണർദത്തിൻ്റെ അവസാന കാൽഭാഗവും പൂയവും ആയില്യവും ഉൾപ്പെടുന്ന കർക്കിടക രാശിക്കാരായ നിങ്ങൾക്ക് ഈ ആഴ്ച ദൈവ അനുഗ്രഹത്തിനായി വളരെയധികം പ്രത്യേകം പ്രാർത്ഥിക്കേണ്ട ഒരു വാരമാണ്. അതിലൂടെ നിങ്ങൾക്ക് വളരെ വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും. അതുപോലെ ജോലി രംഗത്തും പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കുവാൻ കഴിയുന്നതാണ്. സാമ്പത്തികമായും നേട്ടങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതായത് ലോട്ടറി, ചിട്ടി, നറുക്കെടുപ്പ് എന്നിവയിലൂടെ സാമ്പത്തിക നേട്ടം ഭവിക്കുന്നതാണ്. കുടുംബത്തിലും വളരെയധികം സ്വസ്ഥത വീണ്ടെടുക്കുവാൻ സാധിക്കും. വിദ്യാർത്ഥികളായ ആളുകൾക്ക് പരീക്ഷയിൽ ഉന്നത വിജയം നേടുവാനും ഈ ആഴ്ചയിലൂടെ സാധിക്കുന്നതാണ്. അടുത്തത് ചിങ്ങം രാശിക്കാരാണ്. മകവും പൂരവും ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗവും ഉൾപ്പെടുന്ന ചിങ്ങരാശിക്കാരായ നിങ്ങൾക്ക് ഈ ആഴ്ചയുടെ പകുതിക്ക് ശേഷം കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. അതായത് ആരോഗ്യ കാര്യങ്ങളിൽ വളരെയധികം കരുതൽ വേണം. കുടുംബപരമായ കാര്യങ്ങളിലും വളരെയധികം ഗുണകരമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന വാരമാണ്. ജോലി രംഗത്തും നിങ്ങൾക്ക് വളരെ വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. കടബാധ്യതകളൊക്കെ കുറച്ചൊക്കെ ഈ ആഴ്ച വീട്ടി തീർക്കുവാൻ സാധിക്കുന്നതാണ്.
അടുത്തത് കന്നി രാശിക്കാരാണ്. ഉത്രത്തിൻ്റെ അവസാനത്തെ മുക്കാൽ ഭാഗവും അത്തവും ചിത്തിര ആദ്യത്തെ പകുതിയും ചേർന്ന കന്നി രാശിക്കാരായ നിങ്ങൾക്ക് ഈ ആഴ്ച വലിയ പ്രതിസന്ധികൾക്കൊന്നും സാധ്യതയുള്ള ആഴ്ചയല്ല. അതുപോലെ ജോലി രംഗത്തും പുതിയ ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾക്ക് ഏറ്റെടുക്കേണ്ടി വരും. കുടുംബത്തിൽ സ്വസ്ഥത നിലനിർത്തുവാൻ കഴിയുന്നതാണ്. വളരെയധികം ദൈവാനുഗ്രഹമുള്ള ഒരു ആഴ്ചയായതിനാൽ തടസ്സങ്ങളെയെല്ലാം തന്നെ അതിജീവിക്കുവാൻ കഴിയുന്നതാണ്. സാമ്പത്തികമായ ബാധ്യതകൾ അല്പം ബുദ്ധിമുട്ടിക്കുവാനും ഇടയുള്ള വാരമാണ്. അടുത്തത് തുലാം രാശിക്കാരാണ്. ചിത്തിര അവസാനത്തെ പകുതിയും ചോതിയും വിശാഖത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന തുലാം രാശിക്കാരായ നിങ്ങൾക്ക് ഈ ആഴ്ച ദൈവാനുഗ്രഹം വളരെയധികം ഉള്ള ഒരു വാരമായതിനാൽ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ വറുതിയിലാകുന്നതാണ്. ആരോഗ്യപരമായും അല്പം ശ്രദ്ധ വേണം. കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും നിലനിർത്തുവാൻ കഴിയുന്നതാണ്. അതുപോലെ ജോലി സ്ഥലത്തും പുതിയ സ്ഥാനലബ്ധിക്കും ശമ്പള വർധനവിനും ഭാഗ്യമുള്ള വാരമാണ്. അടുത്തത് വൃശ്ചികം രാശിക്കാരാണ്. വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗവും അനിഴവും തൃക്കേട്ടയും ഉൾപ്പെടുന്ന വൃശ്ചിക രാശിക്കാരായ നിങ്ങൾക്ക് പൊതുവെ ഈ ആഴ്ച വളരെയധികം ഗുണഫലങ്ങൾ അനുഭവപ്പെടുന്ന ഒരു വാരമാണ്. ജോലിക്കാര്യങ്ങളിൽ ഏറ്റെടുത്ത ദൗത്യങ്ങളെല്ലാം തന്നെ പൂർത്തിയാകുന്നതിൽ ചെറിയ കാലതാമസം അനുഭവപ്പെടും. എങ്കിലും വലിയ പ്രതിസന്ധികളൊന്നും ഈ ആഴ്ച പ്രതീക്ഷിക്കേണ്ടതില്ല. അതുപോലെ ആരോഗ്യപരമായും ഈ ആഴ്ച പ്രശ്നങ്ങളൊന്നും നിങ്ങളെ അലട്ടുന്ന വാരമല്ല. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന ആളുകൾക്കും കുറേയൊക്കെ കരകയറുവാൻ ഈ ആഴ്ച സാധിക്കുന്നതാണ്. അടുത്തത് ധനുരാശിക്കാരാണ്. മൂലവും പോരാടവും ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽ ഭാഗവും ഉൾപ്പെടുന്ന ധനുരാശിക്കാരായ നിങ്ങൾക്ക് ഈ ആഴ്ച കാര്യങ്ങൾ പൂർത്തിയാക്കുവാൻ കൂടുതൽ സമയവും വളരെയധികം അധ്വാനവും നിങ്ങൾക്ക് വേണ്ടിവരും. അതുപോലെ നിങ്ങൾ ഇടപെടുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ നല്ല നേട്ടങ്ങളും നല്ല ഫലങ്ങളും പ്രതീക്ഷിക്കാം. കുടുംബകാര്യങ്ങളിലും ജോലി രംഗത്തും സ്വസ്ഥത നിലനിർത്തുവാൻ കഴിയുന്നതാണ്. അതുപോലെ സാമ്പത്തികമായി വളരെയധികം നേട്ടങ്ങൾ ഭവിക്കുവാനും സാമ്പത്തിക കാര്യങ്ങളിലും അനുകൂലമായ സമയം വന്നെത്തുന്ന വാരമാണ്. അടുത്തത് മകരം രാശിക്കാരാണ്. ഉത്രാടത്തിൻ്റെ അവസാനത്തെ മുക്കാൽ ഭാഗവും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകര രാശിക്കാരായ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം തന്നെ ഈ ആഴ്ച വിചാരിച്ച പോലെ തന്നെ വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയുന്നതാണ്. കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും നിലനിർത്തുവാൻ സാധിക്കും. അതുപോലെ ചെലവ് നിയന്ത്രിക്കുവാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ട വാരമാണ്. വിവാഹം മുതലായ കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകുവാനും ഇടയുള്ള വാരം കൂടിയാണ്. അടുത്തത് കുംഭം രാശിക്കാരാണ്. അവിട്ടത്തിൻ്റെ അവസാന പകുതിയും ചതയവും പോരുരുട്ടാതിയുടെ ആദ്യത്തെ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന കുംഭരാശിക്കാരായ നിങ്ങൾക്ക് ഈ ആഴ്ച നല്ല ഫലങ്ങൾ വളരെയധികം അനുഭവപ്പെടുന്നതാണ്. ആരോഗ്യ കാര്യങ്ങളിൽ ജാഗ്രത വേണം. കുടുംബകാര്യങ്ങളിലും അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ജോലി രംഗത്ത് നിങ്ങളെ യാതൊരു രീതിയിലുമുള്ള പ്രതിസന്ധികൾ വന്നു ചേരുന്ന ആഴ്ചയല്ല. പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്തുവാനും ഈ ആഴ്ച സാധിക്കുന്നതാണ്. അടുത്തത് മീനം രാശിക്കാരാണ്. പോരുരുട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗവും ഉത്രട്ടാതിയും രേവതിയും ഉൾപ്പെടുന്ന മീനരാശിക്കാരായ നിങ്ങൾക്ക് പൊതുവെ എല്ലാ കാര്യങ്ങളിലും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്ന ആഴ്ചയാണ്. കുടുംബകാര്യങ്ങളിലും വളരെയധികം നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. ജോലി രംഗത്തും സ്വസ്ഥത നിലനിർത്തുവാൻ സാധിക്കുന്നതാണ്. ഈ ആഴ്ച വളരെയധികം യാത്രകൾ നിങ്ങൾക്ക് വേണ്ടിവരും. അതായത് യാത്രകൾ കൊണ്ട് വളരെയധികം സാമ്പത്തികമായ പുരോഗതി കൈവരിക്കുവാൻ കഴിയുന്ന വാരമാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ.